സർക്കാർ മെഡിക്കൽ കോളേജിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിഷയത്തിലെ ഉചിതമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി KGM-CTA. നിലവിലെ കുടിശ്ശിക നൽകുന്നതുവരെ ചട്ടപ്പടി സമരവും നിസ്സഹകരണവും റിലേ സത്യാഗ്രഹവും ഉണ്ടാവും. ഇന്നലെ വന്ന ഉത്തരവിൽ 2016 മുതൽ നൽകേണ്ട കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെന്നും KGM-CTA വ്യക്തമാക്കുന്നു. മേഘ്ന മുരളിയാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല ഈ കാര്യമല്ല, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ലെന്നാണ്. അങ്ങനെ തന്നെയാണ്. അതിൽ കഴിഞ്ഞ 7 മാസക്കാലമായി കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമരത്തിലാണ്. അത് വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ കണ്ടു. അത് കരിദിനം ആചരിക്കുന്നത് മുതൽ OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും അടക്കമുള്ള സമരങ്ങൾ കണ്ടു. അതിനുശേഷം ഒരു ഉന്നതതല ചർച്ച വയ്ക്കുന്നു. ആ ചർച്ചയിൽ ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഈ ഒരു സത്യാഗ്രഹം അടക്കമുള്ള OP ബഹിഷ്കരണം അടക്കമുള്ള ഒരു സമരങ്ങളൊക്കെ നിർത്തിവെക്കുകയും ചെയ്യുന്നത്. ആ സമയത്തും ചട്ടപ്പടി സമരവും അതുപോലെ തന്നെ റിലേ സത്യാഗ്രഹവും അവർ തുടരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഒരു ഉത്തരവ് വരുന്നത്. അത് എൻട്രി കേഡറിലെ ശമ്പള അപാകതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു ഇന്നലെ വന്നത്. എന്നാൽ ആ ചർച്ചയിലെ ഉറപ്പ് മുഴുവനായും പാലിച്ചില്ല എന്നുള്ളതാണ് KGM-CTA ഇപ്പോൾ ഒരു പരാതിയായി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമരം തുടരും എന്നുള്ള കാര്യം കൂടി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക ഇവർക്ക് ലഭിക്കാനുണ്ട്. അത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവും ഇന്നലെ വന്നില്ല എന്നുള്ളതാണ്. അതൊരു പറ്റിക്കുന്നത് പോലെയുള്ള ഒരു ഉത്തരവാണ് വന്നത്. അവരെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് KGM-CTA പറയുന്നത്. ആ ചർച്ചയിൽ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നില്ല. അതുകൊണ്ട് തന്നെ സമരം തുടരും. തങ്ങൾക്ക് ഈ ശമ്പള കുടിശ്ശിക നൽകാത്തത് നീതി നിഷേധം എന്നുള്ളതാണ് KGM-CTA സംസ്ഥാന ഭാരവാഹികൾ പറയുന്നത്. ഇനി അത് ഏത് വിധേനയുള്ള സമരമാണ്? അത് നേരത്തെ തന്നെ OP ബഹിഷ്കരണവും അതുപോലെ തന്നെ ഈ അധ്യാപന ബഹിഷ്കരണവും അടക്കമുള്ള സമരങ്ങളായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ചർച്ച നടത്തുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇനിയും സമരം തുടരുമെന്നുള്ളതാണ് KGM-CTA അറിയിക്കുന്നത്. കുടിശ്ശിക വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ ഇനിയും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.